ഹായ് ഹലോ. ഇപ്രാവശ്യം ഞാൻ കേരളത്തിൽ ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ള ക്ഷേത്രത്തിൽ ഉത്സവത്തിന് പോയപ്പോഴാ വീട്ടിൽ വെച്ച ഫുഡിൻ്റെയൊക്കെ ഒരു കുഞ്ഞൊരു വീഡിയോ ആണിത് കേട്ടോ. അപ്പോൾ ഉത്സവത്തിന് അമ്മ വിളിച്ചിരുന്നു വീട്ടിലേക്ക് വരണമെന്ന്. അപ്പോൾ ഞങ്ങൾ തലേന്ന് തന്നെ ഉത്സവത്തിന് പോയി കേട്ടോ. അപ്പോൾ അമ്മ ഇങ്ങനെ സുഖമില്ലാതെ കിടക്കുകയാണ്. അപ്പോൾ വീട്ടിൽ ഫുഡൊക്കെ വെക്കാൻ അനിയൻ്റെ ഭാര്യയുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ അമ്പലത്തിൽ ഉത്സവത്തിന് ജലോത്സവമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ജലോത്സവത്തിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിരിക്കാം, മറക്കാതെ എല്ലാവരും കാണണം കേട്ടോ. അപ്പോൾ ഉത്സവത്തിൽ നിന്ന് രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയാണ് കേട്ടോ. അപ്പോൾ ഇഡ്ഡലിക്ക് കറിയായിട്ട് നമ്മൾ സാമ്പാറാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ സദ്യക്ക് നമുക്ക് സാമ്പാർ എടുക്കാമെന്ന് വെച്ചിട്ടാണ് സാമ്പാർ വെക്കുന്നത്. അപ്പോൾ അച്ഛൻ പായസത്തിലുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നു. അപ്പോൾ അതിന് ബർമസലിയാണ് മേടിച്ചത് കേട്ടോ. പിന്നെ അതിനുള്ള നെയ്യ്, പിന്നെ പഞ്ചസാര മേടിച്ചു, പിന്നെ ചൗരി മേടിച്ചു, പിന്നെ കുറച്ച് വീട്ടിലേക്ക് കുറച്ച് ഐറ്റംസൊക്കെ മേടിച്ചു കേട്ടോ. അപ്പോൾ അടപ്പായസമാണ് പറഞ്ഞിരുന്നത്. അച്ഛൻ ബർമസലി മേടിച്ചിട്ട് വന്നു. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനുള്ള സാമ്പാർ റെഡി ആയി കേട്ടോ. അപ്പോൾ കുക്കറിൽ വെച്ച് കുക്കർ വേഗം സാമ്പാറൊക്കെ നിറഞ്ഞ് ഗ്യാസ് സ്റ്റൗവിന് മൊത്തം ആയി കേട്ടോ. പിന്നെ ലാസ്റ്റ് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ സാമ്പാറിനുള്ള കടു വറുക്കുകയാണ് കേട്ടോ. ഞാനാണെങ്കിൽ ഇഡ്ഡലിയൊക്കെ ആണെങ്കിൽ 2 ഇഡ്ഡലിയേ കഴിക്കാറുള്ളൂ. ദോശയാണെങ്കിലും 2 കഴിക്കാറുള്ളൂ. ഭയങ്കര മടിയാണ് എനിക്ക്. പഴഞ്ചോറൊക്കെ ആണെങ്കിൽ ഞാൻ നല്ല കഴിക്കും. പിന്നെ ഉത്സവത്തിനൊക്കെ നമ്മളെ ബന്ധുക്കാരൊക്കെ വിരുന്നിന് വന്നിരുന്നു കേട്ടോ. അപ്പോൾ അവരുമായിട്ട് അമ്മ സംസാരിച്ചിരിക്കുകയാണ്. സൺഡേ ആയിരുന്നു അമ്പലത്തിലെ ഉത്സവം. അന്ന് തന്നെ ആയിരുന്നു കുഞ്ഞുങ്ങൾക്കുള്ള പോളിയോ ദിവസവും. അപ്പോൾ അബിക്കുട്ടിന് പോളിയോ ഉണ്ട്. തമിഴ്നാട്ടിലെ അബിക്കുട്ടിൻ്റെ അംഗൻവാടിയിലെ ടീച്ചർ പറഞ്ഞു കേരളത്തിൽ പോകുമ്പോഴത്തേക്കും കേരളത്തിലെ അംഗൻവാടിയിൽ നിന്നും അബിക്കുട്ടിന് പോളിയോ നൽകിയാൽ മതി, തമിഴ്നാട്ടിൽ രജിസ്റ്റർ ചെയ്യാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അനിയൻ്റെ ഭാര്യയാണ് അബിക്കുട്ടനെയും സച്ചുവിനെയും അംഗൻവാടിയിൽ പോളിയോ നൽകാൻ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇത് ഇളയ അനിയൻ്റെ ഭാര്യയാണ്. മൂത്ത അനിയൻ്റെ ഭാര്യ പ്രസവത്തിന് വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ അവർ പോയ സമയം കൊണ്ട് ഞാൻ കിഴങ്ങ് അടുപ്പത്ത് വെച്ചു കേട്ടോ. പരിപ്പ് കറിയൊക്കെ അനിയൻ്റെ ഭാര്യയാണ് വെച്ചിട്ട് പോയത്. പിന്നെ നമുക്ക് പപ്പടം ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ. പിന്നെ മുട്ടക്കോസ് തോരനും വെച്ചു. ഇതും അനിയൻ്റെ ഭാര്യ തന്നെയാണ് വെച്ചത് കേട്ടോ. പിന്നെ നമ്മൾ ഇറച്ചിയെടുത്തത് ചിക്കനാണ്. അപ്പോൾ ചിക്കൻ കറിയും വെച്ചത് അനിയൻ്റെ ഭാര്യ തന്നെയാണ്. അപ്പോൾ ഞാനാണെങ്കിൽ പായസത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. അടപ്പായസമാണ് അമ്മയ്ക്ക് ഇഷ്ടം. പക്ഷേ അച്ഛൻ മേടിച്ചോണ്ടുവന്ന ബർമസലിയാണ് കേട്ടോ. പിന്നെ കൊണ്ടുവന്നത് തന്നെ നമ്മളങ്ങ് വെക്കുവാണ്. നമ്മുടെ പായസം ഇവിടെ റെഡിയായി കഴിഞ്ഞ് നമ്മളതിലേക്ക് പിന്നെ കാച്ചി ഒഴിക്കാൻ പോവുകയാണ്. അപ്പോഴത്തേക്ക് നമ്മൾ മേടിച്ചുകൊണ്ടുവന്ന ഏലക്ക പൊട്ടിച്ചിട്ടു. പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ വറുത്തിടുകയാണ് കേട്ടോ നെയ്യിൽ. അപ്പോൾ ആവശ്യത്തിന് മുന്തിരിങ്ങ നമുക്ക് ആവശ്യത്തിന് കിട്ടി. അണ്ടിപ്പരിപ്പ് എണ്ണപ്പറയ്ക്ക് ഒരു 2-3 ഉള്ളൂ കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ വീടിൻ്റെ തൊട്ട് ചേർന്ന് അടുക്കളയോട് ചേർന്ന് തന്നെ ഒരു കശുമാവുണ്ട്. അപ്പോൾ അത് എല്ലാ വർഷവും കായ്ക്കും, നിറയെ കശുവണ്ടി പിടിക്കും. അമ്മ അത് രാവിലെ ഡെയിലി അത് കശുവണ്ടി പറക്കിയെടുത്തൊരു കലത്തിലിട്ട് നിറയെ ആയിട്ടുണ്ട് കേട്ടോ, സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് എടുത്തിട്ട് പായസത്തിനേക്ക് അണ്ടിപ്പരിപ്പ് വറുത്ത് ഇടാൻ പോവുകയാണ്. അപ്പോഴേക്കും ജലോത്സവം തുടങ്ങാറായിരുന്നു കേട്ടോ. ഞങ്ങളൊരു 2 മണിയൊക്കെ ആയി ഫുഡെല്ലാം വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക്. പിന്നെ വേഗം സദ്യയെല്ലാം കഴിച്ചിട്ട് അമ്പലത്തിലേക്ക് പോകാനുള്ള പുറപ്പാടാണ് കേട്ടോ. ഇതാണ് നമ്മുടെ കശുമാവ്. നമ്മുടെ അടുക്കളയുടെ ഇറങ്ങുന്ന ഭാഗത്ത് തന്നെയാണ് ഈ കശുമാവ് നിൽക്കുന്നത്. അപ്പോൾ എല്ലാ വർഷവും നിറയെ കായ് പിടിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ടെറസിന് മുകളിലെല്ലാം നിറയെ കശുവണ്ടി പരിപ്പൊക്കെ വീണെടുക്കും. ഇത് താഴെയാണ്. രാവിലെ ഒരു 2-3 കൈ നിറയെ കിട്ടും കേട്ടോ. പിന്നെ ഞങ്ങൾ വിൽക്കാറുണ്ട് കേട്ടോ. അപ്പം നല്ല കാശാണ് കശുവണ്ടി പരിപ്പിന്. ഇപ്പം ഞാനെല്ലാം പറക്കിയെടുത്തിട്ട് നമ്മൾ തീയിലിട്ട് ചുട്ട് പായസത്തിന് ഉപയോഗിച്ചു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു. നിങ്ങളുടെ സ്വന്തം രജി. ടാറ്റാ.